ഹലോ ഗീസ്, അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ സീസിൻ്റെ പാർട്ട് 3. ഓക്കെ ഗീസ്, ഞാൻ നിങ്ങൾ കാണുന്ന ആക്ഷൻ സ്റ്റെഫ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് ഗീസ്. വൈഫൈ എന്തോ അപ്ഡേഷൻ ആക്കാൻ എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വൈഫൈ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വൈഫൈ അപ്ഡേഷൻ ഒക്കെ കൊണ്ടുപോയിട്ട് അവർ ഇന്നലെ കൊണ്ടുവരാൻ ഇന്നെപ്പോഴാണ് കൊണ്ടുവരുന്നല്ല. അപ്പോൾ ഇന്ന് കൊണ്ടുവരുന്നവരെ എന്താ പറയുക, നമുക്ക് മൊബൈലിൽ കളിക്കാം. ആക്ഷൻ സ്റ്റെഫ് ഇടാൻ പറ്റില്ല. അതുമാത്രമേ ഈ മൾട്ടിപ്ലെയറിൽ നമ്മുടെ ആക്ഷൻ സ്റ്റെഫ് കളിക്കുമ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തോ ഞാൻ കളിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷൻ ഒന്നല്ല, 1.9 ആണ് ഞാൻ കളിക്കുന്നത്. 1.10 ആണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇഷ്യൂ ഉണ്ട്. മൾട്ടിപ്ലെയറിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിട്ട് കളിക്കാൻ പറ്റില്ല. അതിട്ട് കളിക്കുന്നത് കുഴപ്പമില്ല, നമ്മുടെ ഈ പിങ് ഉണ്ടാവും. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്ലെയറിലാണെങ്കിൽ നമ്മുടെ ഷെയ്ഡറും നമ്മുടെ നോർമൽ ടെക്സ്ചറാണ് ഉണ്ടാകുക. ഓക്കെ, നമ്മൾ സിംഗിൾ പ്ലെയർ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്ഷൻ സ്റ്റെഫ് ആയിരിക്കും. നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ ഫുള്ള് ഡയമണ്ട് ആർമർ ടൂൾസൊക്കെയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു എന്താ പറയുക, ഒരു 4 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എലേറ്റർ ഒപ്പിച്ച് ഫുള്ള് റോക്കറ്റൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത്. എത്ര മണിക്കൂർ ഇരുന്നറിയാം, ചില്ലറ സമയം നല്ല ഇരുന്നത്. അതിനിടയ്ക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. കഷ്ടപ്പെട്ട വീടാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഇപ്പം എന്ത് സുഖം ഉണ്ടെന്ന് അറിയാം. ഞാനെന്ത് പൊട്ടറാണോ ഈ എലേറ്റർ കിട്ടിട്ട് പറന്ന് ഇങ്ങനെ നടക്കുന്നത്. ഈ പറന്നങ്ങ് പോകണ്ട. ഞാനൊക്കെ എന്ത് കളിക്കുന്നു എനിക്കിപ്പോഴും മനസ്സിലാവും. വീടവിടെ വാടേ കണ്ട, അത്രേ ഉള്ളൂ. അയ്യോ, അത്രയല്ല. ഇല്ലില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഫുഡില്ല വീട്ടിൽ. ഫുഡാണ് സെറ്റാക്കുന്നത്. ഫയർ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ഓക്കെ കണ്ട. ഇപ്പം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. പിങ്ങും കാര്യങ്ങളും നമുക്കങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കിടന്നുറങ്ങാൻ. നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ കഴിയും. ലെവനെ കാണുന്നില്ല. ഇവൻ എവിടെ പോയി കിടക്കണോ നീ എവിടെയും ചോദിക്കണം. നീ എവിടാ? ഞാൻ ചോദിച്ചിട്ടുണ്ട് നീ എവിടെയെന്ന്. നമ്മുടെ ഗെയിം മാർക്കർ എൻ്റെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എൻ്റെ ലൂട്ട് ചെയ്യാൻ ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മളെ എലേറ്ററിയും ഡയമണ്ട് ആർമർ ടൂൾസ് കംപ്ലീറ്റ് സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി പോയിട്ട് നമ്മൾ ചത്തിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഗെയിം മാർക്കറിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. ഗെയിം മാർക്കർ അവിടെ ഉണ്ട്. അപ്പോൾ ഗെയിം മാർക്കർ നല്ല ഞാൻ ഈ എലേറ്റർ എടുത്ത സംഭവം. ഗെയിം മാർക്കർ ഇപ്പോൾ 2 എലേറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു എലേറ്റർ തരുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഹാർഡ് വർക്കാന്ന് പറഞ്ഞു. നമുക്ക് ഈ ഗെയിം മാർക്കർ കാണിച്ചു കൊടുക്കാം. നമുക്ക് 2 ഒരു എലേറ്റർ ഡയമണ്ടാർമർ ടൂൾസ് കാണിച്ചു കൊടുക്കും. പ്രശ്നം വേറെ ഒന്നുമില്ല. എൻ്റെ എലേറ്ററിക്ക് ഹെൽത്ത് ഉണ്ട്. എലേറ്റർ നമുക്കിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കേണ്ട. എലേറ്റർ എൻ്റെ ഇവിടെ തന്നെ കയ്യിലിരുന്നോട്ടെ. നമുക്ക് ഓക്കെ ഈ പന്നിനൊക്കെ തല്ലിക്കുന്ന ഫുഡ് കിട്ടും. പന്നിനൊക്കെ തല്ലിക്കുന്ന ഫുഡ് കിട്ടില്ലേ? ഫുഡ് ഫയർ ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കിട്ടും. ഈ സമയത്ത് നമ്മുടെ സോളിലോട്ട് മെയിനിങ് കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് വില്ലേജിനൊക്കെ അതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെൻറ്റിങ് ഒന്നും ഇട്ടില്ല. നമുക്ക് മെൻറ്റിങ് ഒക്കെ ഉണ്ട്. ഇനി മെൻറ്റിങ് ഇടുന്നതിന് പൊട്ടിപ്പോയാലും നമുക്ക് കിട്ടില്ല. വേറെ സോൾ നമ്മൾ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയമണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ സോൾ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്താൽ മതി. നോ പ്രോബ്ലം ഗെസ്. നമുക്ക് കയറി പോകാം. അവൻ്റെ ഗെയിം അവൻ എൻ്റെ ഡയമണ്ട് ആർമറിൻ്റെ ഹെൽത്ത് കുറേ. എൻ്റെ ഡയമണ്ട് ആർമർ ഹെൽത്ത് കുറക്കാൻ നമുക്ക് വിഷയമില്ല. നമ്മൾ മെന്നിയൊക്കെ ഇട്ട് സെറ്റൊക്കെ എടുക്കും. ഇനി മെന്നിക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, മെന്നിക്ക് നമുക്ക് കിട്ടാൻ വൈകിയാലോ ആർമർ പൊട്ടിപ്പോയാലോ വേറെ ഡയമണ്ട് എടുത്ത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. നോ
പേടി നോ പേടി. നമുക്കപ്പോൾ നമ്മുടെ പോട്ടിരിക്കുന്ന ഭാഗത്തോട്ട് പോവാം. നമുക്ക് അവരോട് ഞാൻ വരുന്നുണ്ടെന്ന് പറയാം. അവൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. അവൻ്റെ അടുത്തോട്ട് നമുക്ക് പോകുന്നുണ്ട്. പോയിട്ട് അവൻ ഞെട്ടട്ടെ എൻ്റെ ഇലക്ട്രിയും സാധനം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും. അവൻ എന്തറിയാൻ കേസിനെ പറ്റി, പ്രോ പ്ലെയർ ലിപ്റ്റോസിനെ പറ്റി അവൻ എന്തറിയാം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ അലേർട്ടില്ല. നമ്മുടെ ഡീമാർക്ക് ചിലങ്ങനെ അലേർട്ട് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എനിക്ക് രണ്ടർഷിപ്പ് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇതാകുമ്പോൾ ഫുള്ളി ലൂട്ട് ചെയ്ത് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞ കേസ് എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ ഹാപ്പി ആണ്. അപ്പോൾ നിങ്ങൾ പൂക്കളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, കൊണ്ടുപോകും. അല്ല പിന്നെ വേസ്റ്റൊക്കെ എൻ്റെ കയ്യിലോട്ടെ. ഓക്കെ നമുക്ക് ഇനി നമുക്ക് വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പോയിട്ട് എന്താ പറയുക, റീജനറേഷൻ ഹെൽത്ത്, പോർഷൻ ഓഫ് റീജനറേഷൻ, ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് അതെന്തോന്ന് പരീക്ഷ ഇൻസ്റ്റൻറ്റ് ഹെൽത്ത്. നമുക്ക് ഹെൽത്ത് കൂടി, അതാണ് ഇൻസ്റ്റൻറ്റ് ഹെൽത്ത്. ഇനി എനിക്ക് ആവശ്യമില്ല. പ്ലീസ് ആ കിഴങ്ങ് വരുന്നുണ്ട് നമ്മുടെ അടുത്തോട്ട്. ആ കിഴങ്ങ് നമ്മുടെ ഗെയിം മാർക്കറെ വരുന്നുണ്ട്. ഇലയിട്ടെടുത്തോണ്ട് പോയ കള്ള്. നമ്മുടെ ഇലയിട്ട പകുതിയായി. സാധനം കിട്ടി, ഒരു ഷെല്ല് കിട്ടി. നമുക്ക് കിട്ടി. എനിക്ക് വേണ്ട കേസ്. നമുക്ക് ഗെയിം മാർക്കറിൻ്റെ അടുത്തോട്ട് പോകണം. ഇപ്പോൾ ഗെയിം മാർക്കർ എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഓക്കെ, നമുക്ക് ഗെയിം മാർക്കറിൻ്റെ അടുത്തോട്ട്. ഇത് റെക്കോർഡാണല്ലോ വീഡിയോ. ഇവിടെ എത്തി അപ്ഡേറ്റ് ചെയ്യാൻ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ആ കിഴങ്ങനെ പറ്റിയതാണ്. ഓക്കെ, അവൻ്റെ ഓറിജിൻ ചിത്രം നോക്കാം. ഇതിനെന്തിനാണ് എന്നെ തരുന്നത്? ഒരാവശ്യമില്ലാതെ ഭാഗ്യം കേസ് എലേർട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടുന്ന് ഹെൽത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞാനൊന്ന് ചത്തു. അത് ഞാൻ വെള്ളം ഒരെന്ത്രമാനും കൂടി തട്ടണം, എന്നാലും ശരിയാവുള്ളൂ. ഒരു സി എ വീഡിയോ നമ്മൾ ഫുൾ എഞ്ചിനകത്ത് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ബേസ് വർക്ക് ചെയ്യാം. ഇവിടെ എൻ്റർമാനൊന്നും ഇല്ലേ? ഇവിടെ എൻ്റർമാൻ ഉണ്ട്. പിന്നെ
ഓക്കെ സമാധാനം 2 ട്രിപ്പുകൾ കിട്ടി. എത്ര ഹെൽത്ത് നിങ്ങൾ എത്ര ഉള്ളൂ നോക്കി ഓക്കെ 2 ട്രിപ്പുകൾ നമുക്ക് കിട്ടി. നമുക്ക് ചെസ്റ്റ് ഇടാം. ഈ ചെസ്റ്റ് ഇടാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഹെൽത്ത് പോകുന്നത്. ചിലയുടെ ഹെൽത്തും ഏകദേശം കുറയാനായിട്ടുണ്ട്. നമ്മുടെ എലേറ്റർ നമുക്ക് പൊട്ടാനാകുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കുക. സ്പെൻഡിങ്ങൊന്നും ഇപ്പോൾ ആഡ് ചെയ്യാം. നമുക്ക് എന്താ പറയുക മെനു കിട്ടുമ്പോൾ അതായത് നമ്മുടെ കയ്യിൽ തന്നെ എലേറ്റർ പിടിക്കുന്നത്. എമറാൾഡ് എടുത്തിട്ടായാലും ഇന്റർപോൾ എടുത്തിട്ട് വേണ്ടേ ചെറിയ നമുക്കിനി നോക്കാൻ അവൻ്റെ കോർഡിനേറ്റ്സ് അങ്ങോട്ട് അവൻ്റെ മറ്റേ ലൊക്കേഷൻ ബാർ അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഏകദേശം പകുതിയായിട്ട് നമുക്ക് റെഡ് എത്തുമ്പോൾ തന്നെ നിർത്തണം. എവിടെ നമുക്കറിയുന്നു അവൻ്റെ തെറ്റായി തോന്നുന്നു. ഗെയിം മാർക്കറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ അയ്യോ എലേട്ടാണ് കിട്ടിയ മതി. ഒരു കുന്തോ ഇല്ല കേസിലാകുന്നു. എന്നൊക്കെ ഗെയിം മാർക്കറിൻ്റെ ഒക്കെ എന്തൊക്കെയോ കിടപ്പുണ്ടല്ലോ, വേറെ ഞാൻ പറയാൻ. ഗെയിം മാർക്കർ എനിക്ക് തരാം ഒന്നും അടിച്ചു മാറ്റി കൊണ്ട്. പിന്നെ എന്ത് മൾട്ടിപ്ലെയർ സീരീസ് ആണോ ഇല്ല, ഗെയിം മാർക്കർ എനിക്കൊരു സാധനം തരുന്നില്ല. മൾട്ടിപ്ലെയർ സീരീസ് ഗെയിം മാർക്കർ നമ്മളെ എന്താ പറയുക അപ്പുറത്ത് വിളിക്കുന്നുണ്ട്. എവിടെയാണോ ഈ ഗെയിം മാർക്കർ കിടക്കുന്നത്? ഗെയിം മാർക്കർ എവിടെ കിടക്കണമെന്ന് എനിക്കറിയില്ല. അയ്യോ ഷൾക്കർ വയ്യ. ഷൾക്കർ ഇവ പുറത്തുണ്ട് ഗെയിം മാർക്കർ പുറത്തുണ്ട്. ഷൾക്കർ നമുക്ക് കൂടി വേണം പോകാനായിട്ട്.
ഓക്കെ ഗെയിം ആർക്കും എടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. സംഭവം എന്താണോ ഇതിനായിരുന്നോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്കൻ ഒരു മിനിറ്റ് ഈ ചെക്കൻ എന്താ പറയുക റോക്കറ്റ് ഈ ചെക്കൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റി. ഈ ചെക്കൻ പറഞ്ഞു എന്താ പറയുക ചെക്കൻ്റെ അടുത്ത് അടിച്ചു മാറ്റി. ചെക്കൻ പറഞ്ഞു എന്നിട്ട് എന്താ പറയുക ഇത് പോയി മറ്റേ എന്താ പറയുക അപ്പോൾ ആ ചെക്കൻ എന്തൊക്കെയാ അടിച്ച് മാറ്റിയിട്ട് ആ റോക്കറ്റ് അവൻ എടുത്തോണ്ട് പോയി. അപ്പോൾ എനിക്ക് റോക്കറ്റ് ഇല്ല, അതാണ് സംഭവം. സ്റ്റാക്ക് റോക്കറ്റ് അല്ലേ ഇപ്പം അവൻ അറിയണ്ട അതൊന്നും കുഴപ്പമില്ല. റോക്കറ്റ് നമുക്ക് ഇനി ഉണ്ടാക്കാം. നമുക്ക് ഇപ്പോൾ ഇതിന് കൊടുത്ത് ഫ്രണ്ട്ഷിപ്പ് ലൂട്ട് ചെയ്യും. ഇങ്ങനെ എന്തിനീ കൊല്ലുന്ന വെറുതെ? കള്ളം പറഞ്ഞ കൊല്ലും പോലും. ഞാനെന്ത് കള്ളം പറഞ്ഞേ? ഓക്കെ അപ്പം എന്താ പറയുക എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നിർത്തുവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ അത്യാവശ്യം ലൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ആ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലും റോക്കറ്റ് നമ്മൾ അവൻ്റെ അടുത്ത് അടിച്ചു മാറ്റിയാണ്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക പിന്നെ എൻ്റെ കുറച്ച് നേരം മിസ്സിങ് ആയി. ആക്സും പോയി കാണുന്നില്ല. ആക്സ് വന്നിട്ട് ആയിക്കോളാം. സോഡ് കിട്ടിയില്ല. സോഡ് മിക്കവാറും മെയിൻ അത് കിട്ടി. പിന്നെ നമുക്ക് അടുത്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീൽഡ് കാണുന്നില്ല. ഷീൽഡ് നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. ഷീൽഡ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്താ പറയുക പിന്നെ വേറെന്തിപ്പാ നമ്മുടെ ഫുഡ് പിന്നെ അവിടെ ചെന്ന് തലിക്കൊന്നും കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി സെറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നിർത്താം. അപ്പോൾ എന്താ പറയുക മീൻസ് എന്താ പറയുക ആക്സും മറ്റെന്താ പറയുക ഹൊയും ഷവലൊക്കെ നമുക്ക് അയണാലും മതി. സോഡും പിക്കാക്സും മെയിനാണ്. പിന്നെ ആർമറൊക്കെ എന്താ പറയുക ആർമറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക അപ്പോൾ ഈ ആർമറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഗേസ്. അതുകൊണ്ട് ആർമറും ബാക്കി സാധനങ്ങളൊന്നും ഭാഗ്യത്തിന് പോയില്ല. അത് അവൻ തന്നെ പോയതാണ്. അത് കുഴപ്പമില്ല. അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ സെറ്റാക്കിയാൽ മതി. സെറ്റാക്കാനൊന്നുമില്ല. അതിനടുത്തൊരു ഷീൽഡ് ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കുക, പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് സാധനം പോലെ. പക്ഷേ അവിടെ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നമ്മുടെ ബേസ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.